വനിതാ സംവരണ ബില്ല് മിഥ്യയോ സത്യമോ? ഇഴകീറി അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ലതല്ലേ, വനിതകൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നു, പുരുഷനോടൊപ്പം തന്നെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പല സ്റ്റേറ്റുകളിലും അനുപാതം സൃഷ്ടിക്കുന്നത് പലതരത്തിലാണ്. UP-യിലൊക്കെ ആകട്ടെ ഡബിളായിട്ടാണ് വർദ്ധിക്കുന്നത്. എന്നാൽ കേരളത്തിൽ അത് 10 സീറ്റേ അധികം കയറും, 20 സീറ്റുള്ളത് 30 ആവുന്നുള്ളൂ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ 540 സീറ്റുണ്ട് ലോക്സഭാ സീറ്റ്. ഒരു ലോകസഭ മെമ്പറായി കഴിഞ്ഞാൽ, അതായത് MP ആയി കഴിഞ്ഞാൽ 3 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെൻഷനാണ്. പിന്നെ ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, ചികിത്സ ചെലവ് ഫ്രീ, യാത്രാ ചെലവ് ഫ്രീ, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഫ്രീ, എന്ത് വേണ്ട എല്ലാ ഭക്ഷണം, താമസം ഒക്കെ, DA ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും. അതായത് 3 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെൻഷനായി. അപ്പോൾ ഇപ്പോൾ തന്നെ 540 സീറ്റുണ്ട്. അതിന് പുറമെ രാജ്യസഭാ അംഗങ്ങളുണ്ട്. ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കാൻ തന്നെ നമ്മുടെ നികുതി പണം കൊണ്ട് പറ്റുന്നില്ല. എല്ലാ നികുതി പണവും ഇവരുടെ പെൻഷനും ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്ത് തീരുകയാണ്. അതിന് പുറമെയാണ് പിന്നെയും സീറ്റ് കൂട്ടിയിട്ട് 850 സീറ്റാക്കുന്നത്. അപ്പോൾ എത്രത്തോളം MP-മാർ വന്നു ഒരു ലോകസഭയിൽ, എത്ര ശമ്പളം കൊടുക്കണം അവർക്ക്, എത്ര ആനുകൂല്യങ്ങൾ കൊടുക്കണം, അതേപോലെ തന്നെ അവരുടെ യാത്രാ ചെലവുകൾ, മറ്റ് ചെലവുകൾ, പിന്നെ അതിന് പുറമെ 3 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ പെൻഷൻ, ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എല്ലാം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് വേണം കൊടുക്കാൻ. അതായത് ഇതിൻ്റെ പേരിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നികുതി കൂട്ടുകയാണ് ഇവർ ചെയ്യാൻ പോകുന്ന പണി. ഇത് വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് വഴിവെക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വനിതാ സംവരണം നടപ്പിലാക്കുക എന്നുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിലവിലുള്ള സീറ്റിൽ തന്നെ സംവരണം നടത്തണം. അതായത് ഇപ്പോൾ ഉള്ളത് 540 സീറ്റ്, ഏകദേശം 540 ഞാൻ പറയുന്നു. അതിൽ തന്നെ സംവരണം ഏർപ്പെടുത്തണം. അതല്ലാതെ പുതിയ സീറ്റ് ഉണ്ടാക്കി അതിന് സംവരണം ഏർപ്പെടുത്തുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്താൽ നികുതി പണം കൂടുന്നതല്ലാതെ കുറയുകയില്ല. പല സാമ്പത്തിക പ്രശ്നങ്ങളും ഇതുവഴി വരും. ഇത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതേസമയം ഈ ലോകസഭ സീറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് രാജ്യസഭ സീറ്റും വർദ്ധിക്കും. അവർക്കുള്ള പെൻഷനും കൊടുക്കേണ്ടി വരും. ഇതിങ്ങനെ ഒരു വലിയൊരു കീറാമുട്ടിയായിട്ട് വന്നു നിൽക്കും. ഇത് വലിയൊരു ബാധ്യതയായിട്ട് വരും സർക്കാരിന് എന്നുള്ള പ്രശ്നമാണ് ഇതിൻ്റെ വരുമാനമായ പ്രശ്നം. ഇതൊന്നും ആലോചിക്കുകയാണ് പലരും പറയുന്നത്, വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുത്തിയത് തെറ്റല്ലേ, അതല്ലേ. വനിതാ ബില്ല് പരാജയപ്പെടുത്തിയത് അതിനല്ല, ഇതിൻ്റെ വിഭജനത്തിനെ പറ്റിയും അതുപോലെ ഇതുപോലെയുള്ള സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ചിന്തിക്കാതെയുള്ള ഒരു ബില്ലാണിത്. നിലവിലുള്ള സീറ്റിൽ തന്നെ സംവരണം ഏർപ്പെടുത്തുന്ന രീതിയാണ് വേണ്ടത്. ഇതാണ് ഗവൺമെൻറ് അനുവർത്തിക്കേണ്ടത്.